ഹലോ ഗായ്സ്, അപ്പോൾ നമുക്കിന്നൊരു തരിക്കഞ്ഞി ഉണ്ടാക്കി വെക്കാം. ഈ തരിക്കഞ്ഞിക്ക് വേണ്ടി നമ്മൾ പാല് വെള്ളമൊക്കെ ചേർത്ത് ചൂടാക്കാൻ വെച്ചു. അതിലേക്ക് പഞ്ചസാര ഒഴിച്ചു, പിന്നെ ആവശ്യത്തിന് വേണ്ട സേമിയ ഒഴിച്ചു. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കിയില്ലെങ്കിൽ അടിയിൽ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യുക, നമ്മുടെ റവ എടുക്കുക. റവയാണ് ഈ തരിക്കഞ്ഞിയുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, റവ ആവശ്യത്തിന് വേണ്ടി 1, 2, 3 പിടി അങ്ങ് ഇട്ടെടുക്കുക. നമ്മുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് വേണം നമ്മൾ റവ ഇട്ടെടുക്കുക. എന്നിട്ട് അടി പിടിക്കാൻ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാൻ വിളിക്കുക. അതിനുശേഷം നമുക്ക് അണ്ടിപ്പരിപ്പ് കഴുകി എടുത്തിട്ട് നന്നായിട്ട് ഉണക്കിയിട്ട് നമുക്ക് നെയ്യിലത് വഴറ്റിയെടുക്കാം. അത് അങ്ങനെ ഉണ്ടപ്പരിവായിട്ട് വന്നേക്കാൻ കാണാൻ നല്ല രസമുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നന്നായിട്ട് സെറ്റാക്കി എടുക്കുക. അത് നമ്മൾ നെയ്യെ പാടെ നമ്മുടെ തരിക്കഞ്ഞിയിലേക്ക് ഒഴിക്കണം. നന്നായിട്ട് ചട്ടിയിൽ നിന്ന് വടിച്ച് നല്ല ക്ലീനായിട്ട് നമ്മൾ ഇട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടി നമുക്ക് ചുവന്നുള്ളി, ഞാനിവിടെ ചുവന്നുള്ളി താളിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ നമുക്ക് നല്ല ഒരു വ്യൂവും കിട്ടും. നല്ല അത്യാവശ്യം നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഈ ചുവന്നുള്ളി ഒഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ വെറൈറ്റി ആയിട്ട് നിന്നിട്ടുള്ളൂ. മലപ്പുറം സൈഡിലൊക്കെ അങ്ങനെയാണ്. നമ്മൾ നന്നായിട്ട് കുതിർന്ന് നന്നായിട്ട് ഇളക്കി നമ്മുടെ തരിക്കഞ്ഞി റെഡിയാവും.